അസ്സലാമു അലൈക്കും. സമ്പത്തിൽ നല്ല ബർക്കത്തുണ്ടാവാനും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും തികയുന്ന സമ്പത്ത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവാനും മറ്റൊരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട അവസ്ഥ വരാതിരിക്കാനും വേണ്ടി സഹായിക്കുന്ന വളരെ ശക്തിയുള്ള ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കിയാൽ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും മക്കളെ കൊണ്ടും അള്ളാഹു അയാളെ സമ്പന്നനാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഈ സൂറത്ത് പതിവാക്കുന്നവർ ജീവിതത്തിലെ എല്ലാ ഹൈറും ബർക്കത്തുകളും നേടിയിട്ടല്ലാതെ അവർ മരണപ്പെടുകയില്ല. മരണപ്പെടുമ്പോൾ വളരെ ദയനീയത തോന്നുന്ന ഒരവസ്ഥയാണ് ഒരുപാട് കടങ്ങൾ ഉണ്ടായിക്കൊണ്ട് മരണപ്പെടുക എന്നത്. അങ്ങനെയുള്ള ഒരു മരണം ഈ സൂറത്ത് പതിവാക്കുന്നവന് ഒരിക്കലും ഉണ്ടാവുകയില്ല. നിങ്ങളെ സമ്പത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ ഒരുപാട് കാലം കിടക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ട് മരിക്കേണ്ട അവസ്ഥയോ ഒന്നും വരികയില്ല. മക്കളെ കൊണ്ടും ആരോഗ്യം കൊണ്ടും ഈ സൂറത്ത് പതിവാക്കിയാൽ ഉറപ്പായിട്ടും നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. വിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായമായ സൂറത്ത് മറിയമാണ് നമ്മൾ പതിവാക്കേണ്ടത്. നമ്മളെല്ലാവരും യാസീനും വാക്യ തബാറക്ക ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ എല്ലാ ദിവസവും പതിവാക്കി വരുന്നവരാണ്. അതുപോലെ തന്നെ വളരെയധികം ശ്രേഷ്ഠതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് മറിയം. അതും നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുന്നതിലൂടെ നമ്മൾ വിചാരിക്കുന്ന എല്ലാ രീതിയിലുള്ള ഉയർച്ചയും നമുക്കുണ്ടാവുന്നതാണ്. ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള അതുപോലെ തന്നെ ഒരുപാട് ചരിത്രമുള്ള ഒരു സൂറത്താണ് ഇത്. അതുപോലെ തന്നെ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും ഈ ഒരു സൂറത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു സൂറത്ത് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.